ഒരു രാജ്യം, ഒരു സിംഹാസനം, അത് ഭരിക്കാൻ ഒരു സ്ത്രീ വന്നാൽ എന്ത് സംഭവിക്കും? പുരുഷാധിപത്യം ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഡൽഹിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ സുൽത്താനായി വരുന്ന കഥയാണ് കേട്ടോ. എൻ്റെ മകൾ നിരവധി ആൺമക്കളേക്കാൾ മികച്ചവളാണ്. കഴിവിൻ്റെ കാര്യത്തിൽ അവൾ 20 പേർക്ക് തുല്യമാണ്. ഡൽഹി സുൽത്താനായിരുന്ന ഇൽത്തുമിഷ് തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് കേട്ടോ ഇത്. ആ മകൾ മറ്റാരുമല്ല, റസിയ സുൽത്താൻ. പിൽക്കാലത്ത് ഡൽഹിയുടെ ശക്തമായ ഭരണാധികാരിയായി മാറുമെന്ന് അന്ന് ഇൽത്തുമിഷ് തിരിച്ചറിഞ്ഞിരുന്നു. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യവും അവസാനവും വനിതാ ഭരണാധികാരിയായി മാറിയത് റസിയയാണ്. 1205 ബദായൂനിൽ ജനിച്ച റസിയ ചെറുപ്പം മുതൽ തന്നെ രാജകീയ പരിശീലനം ലഭിച്ചവളായിരുന്നു. അവളുടെ പിതാവ് ഇൽത്തുമിഷ് മക്കളെയെല്ലാം തുല്യമായി തന്നെ പരിശീലിപ്പിച്ചു. യുദ്ധമുറകളും കുതിരസവാരിയും നയതന്ത്രവും ഭരണവും എല്ലാം ഒരേപോലെ പഠിച്ച റസിയ തൻ്റെ കഴിവുകൊണ്ട് തന്നെ പിതാവിൻ്റെ വിശ്വാസമൊക്കെ നേടി. അവളുടെ പരിശീലനത്തിന് മേൽനോട്ടം വഹിച്ചത് അബിസീനിയൻ അടിമയായിരുന്ന മാലിക് യാക്കൂത്തായിരുന്നു. ഇൽത്തുമിഷ് അവളെ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ മാറ്റമായിരുന്നു. 1236 ഇൽത്തുമിഷിൻ്റെ മരണത്തിന് ശേഷം അധികാരത്തിലേറിയത് റസിയയുടെ അർദ്ധ സഹോദരനായ റുക്നുദ്ദീനായിരുന്നു. എന്നാൽ ഈ റുക്നുദ്ദീനെ ആരും അംഗീകരിച്ചില്ല. അവൻ്റെ കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നില്ല. രാജ്യത്തെ അനിശ്ചിതത്വമൊക്കെ വർദ്ധിച്ചു, ജനങ്ങൾ അസന്തുഷ്ടരൊക്കെ ആയി. അപ്പോഴാണ് റസിയ മുന്നോട്ട് വന്നത്. അവൾ ജനങ്ങളോട് സംസാരിച്ചു, തൻ്റെ പിതാവിൻ്റെ നീതിയും കാരുണ്യവും എല്ലാം ഓർമ്മിപ്പിച്ചു. അങ്ങനെ ജനങ്ങളുടെയൊക്കെ വിശ്വാസം നേടി. അവസാനം ഡൽഹിയിലെ 5ാമത്തെ സുൽത്താനായി റസിയയെ ജനങ്ങൾ അംഗീകരിച്ചു. റുക്നുദ്ദീൻ അവൻ്റെ അമ്മ ഷാ തുർക്കാനോടൊപ്പം അങ്ങനെ തടവിലാക്കപ്പെട്ടു. പിന്നീട് അവർ വധിക്കപ്പെട്ടു കേട്ടോ. സിംഹാസനത്തിലേറിയപ്പോൾ റസിയ തൻ്റെ പേരങ്ങ് മാറ്റി ജലാലത്ത് ഉദ്ദീൻ റസിയ എന്നാക്കി. അന്ന് സമൂഹം സ്ത്രീകളെ അധികാര സ്ഥാനങ്ങളിൽ അംഗീകരിച്ചിരുന്ന ഒരു കാലമല്ലായിരുന്നു. പക്ഷെ റസിയ ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് തെളിയിക്കാൻ തീരുമാനിച്ചുകൊണ്ടിരുന്നു. അവൾ പർദ്ദയൊക്കെ ഉപേക്ഷിച്ച് മുഖം തുറന്ന് ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീ വസ്ത്രങ്ങൾക്ക് പകരം പുരുഷന്മാരുടെ വേഷം ധരിച്ചും കുപ്പായവും തലപ്പാവും അങ്കിയും ഒക്കെ ധരിച്ച് അവൾ സൈന്യത്തിൻ്റെ മുന്നിൽ ആനപ്പുറത്ത് കയറി യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തു. നാണയങ്ങളിൽ തൻ്റെ പേരിൽ പുറത്തിറക്കി. ഇത് പരമാധികാരത്തിൻ്റെ അടയാളമായിരുന്നു. പൊതുഗ്രന്ഥശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിച്ചു. പക്ഷെ എല്ലാവരും അവളെ ഒന്നും അംഗീകരിച്ചില്ല കേട്ടോ. മാലിക് യാക്കൂത്തിന് ഉയർന്ന സ്ഥാനം നൽകിയതോടെ തുർക്കി പ്രഭുക്കന്മാർ അസന്തുഷ്ടരായി. അവർക്കൊരു സ്ത്രീ ഭരിക്കുന്നത് അത്ര അപമാനമായി തോന്നി. ആ അസന്തോഷം കലാപത്തിലേക്കൊക്കെ മാറി. അങ്ങനെ ഇരിക്കെ ബട്ടിൻഡയിലെ ഗവർണർ മാലിക് അൽത്തുനിയ ആദ്യമായി റസിയയ്ക്കെതിരെ കലാപം തുടങ്ങി. റസിയ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ മറ്റു പ്രഭുക്കന്മാരൊക്കെ കലാപം ആരംഭിച്ചു. അവർ യാക്കൂത്തിനെ വധിച്ചു. അങ്ങനെ റസിയയെ പിടികൂടി തടവിലാക്കി. 1740 ഏപ്രിലിൽ കലാപകാരികൾ റസിയയുടെ സഹോദരൻ ബഹ്റാം ഷായെ സിംഹാസനത്തിലേറ്റി. തടവിലായിരുന്നു ആ സമയം റസിയയുടെ ജീവിതം. റസിയയുടെ ജീവിതം അവിടെ അവസാനിച്ചില്ല. അവൾ അൽത്തുനിയയുടെ മനസ്സ് കീഴടക്കി. അവൻ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. അത്ഭുതകരമായി എന്ന് പറയാൻ, അവർ തമ്മിൽ വിവാഹം കഴിച്ചു. അങ്ങനെ സിംഹാസനം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. 1240 സെപ്റ്റംബറിൽ അൽത്തുനിയയും റസിയയും ചേർന്ന് ബഹ്റാം ഷായെ ആക്രമിച്ചു. പക്ഷെ അവരുടെ ശ്രമം അവിടെയും പരാജയപ്പെട്ടു. യുദ്ധത്തിൽ അങ്ങനെ റസിയ കൊല്ലപ്പെട്ടു. അവൾക്കന്ന് വെറും 35 വയസ്സായിരുന്നു. അവളുടെ ശവകുടീരം എവിടെയാണെന്ന് പോലും ഇന്നും ഉറപ്പില്ല. ചിലർ കൈതാലിൽ എന്ന് പറയുന്നു, ചിലർ പഴയ ഡൽഹിയിലെ തുർക്കി ഗേറ്റിനടുത്ത് എന്ന് വിശ്വസിക്കുന്നു. ഡൽഹിയുടെ ആദ്യ വനിതാ ഭരണാധികാരി റസിയ സുൽത്താൻ ഇന്നും ചരിത്രത്തിൽ ഒരു പ്രചോദനമാണ്. പുസ്തകങ്ങളിലും സിനിമകളിലും അവളുടെ കഥ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പുരുഷാധിപത്യത്തിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് നിലകൊണ്ട ഒരു സ്ത്രീയായിരുന്നു. ധൈര്യവും ബുദ്ധിയും കൊണ്ട് ചരിത്രം മാറ്റിയ ഒരു ഭരണാധികാരി. റസിയ സുൽത്താൻ ഒരു രാജ്ഞിയല്ല, ഒരു വിപ്ലവമായിരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.